ഇന്ന് സ്വർഗരാജ്യത്തിന്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ദൈവവചനം ഒരുമിച്ച് പരിശോധിക്കുന്നതിനായി നമുക്ക് സമയം കണ്ടെത്താം. ചില അംഗങ്ങൾ കുറഞ്ഞ വിശ്വാസത്തോടെ ആരംഭിച്ചാലും ഒരു പ്രത്യേക തിരിച്ചറിവ് നേടുകയും ദൈവത്തിന്റെയും ബൈബിളിന്റെയും പഠിപ്പിക്കലുകൾ വലിയ ബോധ്യത്തോടെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. അതേസമയം ഈ പഠിപ്പിക്കലുകൾ മനസ്സിലാക്കിയിട്ടും അവ പ്രായോഗികമാക്കാൻ പ്രയാസപ്പെടുന്ന അംഗങ്ങളുമുണ്ട്. കുറച്ചുകാലം വിശ്വസ്തയോടെ നടന്നതിന് ശേഷം ഇടറിത്തുടങ്ങുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ സഭയിൽ വരുന്നത് അവഗണിക്കുകയും ലോകത്തിന്റെ വഴികളിൽ മുഴുകുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ചില അംഗങ്ങളുടെ വിശ്വാസം ദിനംപ്രതി ജ്വലിച്ചുയരുകയും എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണമെന്താണ്? ഒരു ദിവസം ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ അല്പസമയം എടുക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് ശരിയായി അറിയാത്തതുകൊണ്ടാണ് എന്ന ചിന്ത എന്റെ മനസ്സിൽ വന്നു. നാം ദൈവരാജ്യത്തെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ ആ രാജ്യത്തിനു വേണ്ടി പ്രത്യാശിക്കുവാനോ അതിനെക്കുറിച്ച് സ്വപ്നം കാണുവാനോ നമുക്ക് കഴിയില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് നാം പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു. ഈ ലോകത്തിലെ ആളുകൾ പിന്തുടരുന്ന ജീവിത രീതികൾ ഇങ്ങനെയായിരിക്കാം ഞാനും ജീവിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് നാം അറിയാതെ തന്നെ നാം സ്വീകരിക്കുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട്, ശരിയല്ലേ? ആ രീതിയിൽ നിന്ന് അല്പം പിന്നോട്ടു പോവുകയോ വ്യതിചലിക്കുകയോ ചെയ്താൽ ഞാൻ ജീവിക്കുന്നത് തെറ്റായ രീതിയിലാണോ എന്ന് നാം ചിന്തിക്കാൻ തുടങ്ങും. മറ്റുള്ളവരെ പോലെ എന്റെ ഭാവിക്കു വേണ്ടി തയ്യാറെടുക്കാൻ ഞാനും അതും ചെയ്യേണ്ടതല്ലേ? ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം ലൗകിക ചിന്തകളാൽ നിറയപ്പെടാൻ നിർബന്ധിതരാകുന്നു. അത്തരം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തത് എന്തോ തെറ്റാണെന്ന് തെറ്റിദ്ധരിക്കുകയും ആത്മാർത്ഥവും സമർപ്പിതവുമായ വിശ്വാസ ജീവിതം ഒരു തെറ്റാണെന്ന് കരുതുകയും ചെയ്യുന്ന ധാരാളം അംഗങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരുമേ സ്വർഗരാജ്യത്തിന്റെ വേലയ്ക്കായി പാസ്റ്റർ എന്തെങ്കിലും പറയുമ്പോൾ അദ്ദേഹം എന്തും നൽകാൻ തയ്യാറാണെന്ന് തോന്നുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. നിങ്ങൾ അതിനെ കേവലം ബൗദ്ധിക തലത്തിൽ സ്വീകരിച്ചാൽ അത് അധികകാലം നിലനിൽക്കില്ല. മണലിന്മേൽ പണിത വീട് പോലെ എന്തെങ്കിലും പ്രയാസങ്ങളോ സാത്താന്റെ എതിർപ്പുകളോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പതറുകയോ തകർന്നു പോകുകയോ ചെയ്യും. നാം ആരാണെന്ന് നാം അറിയണം. ദൈവം ഒരുക്കിയിരിക്കുന്ന ലോകത്തെ പൂർണ്ണമായി അളക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നമുക്കത് ഗ്രഹിക്കാനെങ്കിലും കഴിയണം. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തെക്കുറിച്ച് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കത് സങ്കല്പിക്കാൻ കഴിയില്ല, ശരിയല്ലേ? നിങ്ങളത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനും കഴിയില്ല. ഭൂമിയുടെ ഒരു ധ്രുവത്തിൽ നിന്ന് മറ്റേ ധ്രുവത്തിലേക്കുള്ള ഏകദേശം 20,000 കിലോമീറ്റർ ദൂരം പോലും നാം ശരിയായി പര്യവേക്ഷണം ചെയ്തിട്ടില്ല. അതിനാൽ ഈ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ ആളുകൾ അവ്യക്തമായി ഭൂമി വിശാലമായിരിക്കണം എന്നനുമാനിക്കുന്നു. എന്നിരുന്നാലും വാസ്തവത്തിൽ നിങ്ങൾ അതിന്റെ എല്ലാ മഹത്വവും സ്വന്തമാക്കുകയും ആസ്വദിക്കുകയും ചെയ്താലും അത് യഥാർത്ഥത്തിൽ ഒന്നുമല്ല. എല്ലാവരുമേ, എന്തുകൊണ്ടാണത് ഒന്നുമല്ലാത്തത്? കാരണം ഈ ഭൂമിയിലെ ജീവിതത്തിലെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളെയും ഒരു പ്രപഞ്ച വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അവ എത്ര നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇത് ശരിയായി മനസ്സിലാക്കിയവർക്ക് പലപ്പോഴും ഈ ലോകത്തിലെ ജീവിതത്തോട് ഒരുതരം ശൂന്യത അനുഭവപ്പെടുന്നത്. അതിനാൽ സഭാപ്രസംഗി അധ്യായം 1 വാക്യം 2 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഹാ മായ, മായ എന്ന സഭാപ്രസംഗി പറയുന്നു, ഹാ മായ, മായ, സകലവും മായയത്രേ. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ശലോമോൻ ചെയ്തെങ്കിലും തന്റെ ഹൃദയത്തെ യഥാർത്ഥത്തിൽ തൃപ്തിപ്പെടുത്താനോ സന്തോഷം കൊണ്ട് പൂർണ്ണമായി നിറയ്ക്കാനോ കഴിയുന്ന ഒന്നും കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് സ്വർഗരാജ്യത്തിന്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഉപദേശത്തിൽ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സ്വർഗത്തെക്കുറിച്ച് വിശ്വാസമോ ഗ്രാഹ്യമോ ഇല്ലെങ്കിൽ ചുറ്റുമുള്ള ആരെങ്കിലും ലൗകിക കാര്യങ്ങളാൽ പ്രലോഭിപ്പിക്കുകയോ വശീകരിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുമ്പോൾ അവർ സ്വർഗത്തിലെ കാര്യങ്ങൾ ഉപേക്ഷിച്ചു കളയും. എല്ലാവരുമേ, നാം വസിക്കുന്ന ഈ ലോകം എത്ര ചെറുതാണെന്ന് നാം തിരിച്ചറിയണം. ഒരു സൂചിയുടെ അഗ്രത്തേക്കാൾ ചെറിയ ഒരു സൂക്ഷ്മലോകം. നാം പ്രവേശിക്കേണ്ടതും ദൈവം നമുക്ക് വാഴുവാനായി ഒരുക്കിയിരിക്കുന്നതുമായ ലോകം ഈ ഭൂമിയെപ്പോലുള്ള ഒരു ലോകമല്ല. അപ്പോസ്തലനായ പൗലോസ് 3-ാം സ്വർഗത്തിന്റെ മഹത്വം കണ്ടപ്പോൾ ഭൗമിക കാര്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു
ഇത്രയും കാലം ഞാൻ അത്തരം കാര്യങ്ങളെ മുറുകെ പിടിച്ചിരുന്നു. എന്റെ മുഴുവൻ ശക്തിയും സമയവും അഭിനിവേശവും ഞാൻ അത്തരം കാര്യങ്ങളിൽ ചിലവഴിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ അവയെല്ലാം ചപ്പും ചവറുമായി കണക്കാക്കി. അവ തീർത്തും വിലയില്ലാത്തവയായിരുന്നു. മറ്റുള്ളവരെ ഈ സത്യത്തിലേക്ക് ഉണർത്താൻ അപ്പൊസ്തലനായ പൗലോസ് അത്യധികം തീക്ഷ്ണതയോടെ പ്രസംഗിച്ചു. ഈ സത്യത്തെക്കുറിച്ച് ആളുകൾക്ക് അറിവില്ലാതെ ജീവിക്കുന്നത് അവന് ഹൃദയഭേദകമായതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഭൂമിയുടെ വ്യാസത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിന്റെ വ്യാസം ഏകദേശം 12,700 കിലോമീറ്ററാണ്. മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു കാറിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വെറും 12 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കത് കടന്നുപോകാൻ കഴിയും. അത് അവിശ്വസനീയമാം വിധം ചെറുതല്ലേ? ഭൂമി ഒരു തരത്തിലും മഹത്തായ ഒരു സ്ഥലമല്ല. എന്നിരുന്നാലും ഒരു തരത്തിലും മഹത്തരമല്ലാത്ത ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണ്? ഈ ലോകത്തിലെ ശക്തി എന്താണ്? ഈ ലോകത്തിലെ സമ്പാദ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എപ്പോഴും ജിജ്ഞാസയുണ്ട്. കൂടുതൽ നേടാനും കൂടുതൽ ആസ്വദിക്കാനും നാം എപ്പോഴും ശ്രമിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ ഭൗമികമായ കാര്യങ്ങൾ ശരിക്കും പരിഹാസ്യമായി തോന്നും. കുട്ടികൾ വീടുവെച്ച് കളിക്കുമ്പോൾ അവർ തങ്ങളുടെ കളിപ്പാട്ടങ്ങളായ കലത്തിലും സ്പൂണിലും കോലിലുമൊക്കെ എത്രമാത്രം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അല്ലേ? അവരുടെ കൂട്ടുകാരിൽ ആരെങ്കിലും വന്ന് ഒരെണ്ണം എനിക്ക് താ, ഒരെണ്ണം മാത്രം എന്ന് പറഞ്ഞ് ഒരെണ്ണം എടുക്കാൻ ശ്രമിച്ചാൽ അവിടെ വലിയ ബഹളമുണ്ടാകും. കാരണം ആ കുട്ടിക്ക് അത് ഒരു നിധിയേക്കാൾ വിലപ്പെട്ടതാണ്. എന്നാൽ ഒരു മുതിർന്നയാളുടെ കാഴ്ചപ്പാടിൽ അത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? അവ ശരിക്കും നിസ്സാരമായ കാര്യങ്ങളാണ്. ഒരു സുഹൃത്ത് ഒരെണ്ണം ചോദിക്കുമ്പോൾ കുട്ടിയുടെ കയ്യിൽ ധാരാളം ഉണ്ടായിട്ടും എളുപ്പത്തിൽ പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടും കുട്ടിക്കത് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മുടെ മനസ്സ് ഭൂമി എന്ന ഈ ചെറിയ സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്നതിനാൽ ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിരിക്കുന്ന വിശാലമായ ലോകത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവം ഈ വിശാലമായ ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ എല്ലാവരെയും രാജാക്കന്മാരായി വാഴിക്കും എന്ന് പറയുമ്പോഴും അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. തൽഫലമായി ഒരു ആത്മാവിനെ രക്ഷിച്ചാൽ നിങ്ങളുടെ തേജസ് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എന്നേക്കും പ്രകാശിക്കും എന്ന ദൈവത്തിന്റെ വാഗ്ദാന വചനത്തെ നാം അനിവാര്യമായും അവഗണിക്കുന്നു. ദൈവം എത്ര ആത്മാർത്ഥമായി ഇവയൊക്കെ വിശദീകരിച്ചാലും ആളുകൾക്ക് അവയെ ബൈബിളിലെ മറ്റൊരു വാക്യം മാത്രമേ കാണാൻ കഴിയൂ. അതിനപ്പുറം അവർക്ക് അവ ഗ്രഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതെ അവർ ദുഃഖകരമായ ഒരു വിശ്വാസപാതയിൽ സഞ്ചരിക്കാൻ നിർബന്ധിതരാകുന്നു. അവസാനം പിതാവായ ദൈവം ന്യായവിധി നടത്താൻ ഈ ഭൂമിയിലേക്ക് വരുന്നതുവരെ അവർ ഒന്നും ഒരുക്കുകയോ അനുഷ്ഠിക്കുകയോ ചെയ്യാതെ പരാജയപ്പെടുന്നു. അവിടുന്ന് വരുമ്പോ എന്തു ചെയ്യുമെന്ന് ബൈബിൾ കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും അവർ ചിന്തിക്കുന്നത് ഇത് ബൈബിളിലെ ഒരു സാഹചര്യം മാത്രമാണ്, എന്റെ യാഥാർത്ഥ്യം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നാണ്. അവർക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണിത്. ദൈവരാജ്യത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് മറ്റുള്ളവരാൽ എങ്ങനെ ബഹുമാനിക്കപ്പെടാം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ എങ്ങനെ ആസ്വദിക്കാം, മറ്റുള്ളവരെക്കാൾ വലിയ വീട്ടിൽ കൂടുതൽ ശോഭയേറിയ ജീവിതം എങ്ങനെ നയിക്കാം എന്നതിലേക്ക് മാത്രം അവരുടെ ശ്രദ്ധ ഈ ഭൂമിയിൽ ഒതുങ്ങുന്നു. നാം നമ്മുടെ മനസ്സ് സ്വർഗരാജ്യത്തിൽ വെക്കണം. കൊലോസ്യർ അധ്യായം 3 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ആനന്ദഭരിതരാകണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സത്യം കൈവശമുള്ളതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ആനന്ദഭരിതരാണോ? ചിലർ ആനന്ദഭരിതരാണ്, മറ്റു ചിലർ അത്രയധികം ആനന്ദത്തിലല്ല. വേറെ ചിലർക്ക് ശീതോഷ്ണവുമില്ല, മറ്റു ചിലർ തികച്ചും നിസ്സംഗരുമാണ്. ഈ സത്യം മറ്റ് സഭകളുടെ ഉപദേശങ്ങളെക്കാൾ അല്പം മെച്ചപ്പെട്ടതാണെന്ന് നിങ്ങൾ കരുതുന്നതുകൊണ്ടാണോ? എന്തായാലും നാം എല്ലാവരും ഒരു നാൾ ഈ ലോകം വിട്ടുപോകണം. അതിനാൽ ഞാൻ അലസമായി സഭയിൽ സംബന്ധിച്ചാൽ അവസാനം എല്ലാം ശരിയാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു അവ്യക്തമായ ചിന്താഗതിയോടെയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അനിവാര്യമായും അപകടകരമായ ഒരു പ്രതിസന്ധി ഘട്ടം നേരിടേണ്ടി വരും. നമുക്ക് മത്തായി അധ്യായം 25 വാക്യം 23 പോകാം.
അതിനു യജമാനൻ നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നോ, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക് എന്ന് അവനോട് പറഞ്ഞു. ഒരു താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു. യജമാനനെ, നീ വിതയ്ക്കാത്തേടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തേടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു, ഭയപ്പെട്ടു ചെന്നു. നിന്റെ താലന്ത് നിലത്തു മറച്ചുവെച്ചു, നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്നു പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തേടത്തു നിന്നു കൊയ്യുകയും വിതറാത്തേടത്തു നിന്നു ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പിൻ. അങ്ങനെ ഉള്ളവനേവനും ലഭിക്കും, അവന് സമൃദ്ധിയുമുണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തുകളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ ആളുകൾ കരയുകയും പല്ലുകടിക്കുകയും ചെയ്യുന്നത്? സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടതുകൊണ്ടാണ് അവർ കരയുകയും പല്ലുകടിക്കുകയും ചെയ്യുന്നത്. സ്വർഗരാജ്യത്തിന്റെ മഹത്വം എത്ര വലുതാണെന്ന് നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒന്നാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ വ്യാസം ഏകദേശം 12,700 കിലോമീറ്റർ ആണെന്ന് പറയപ്പെടുന്നു. സൂര്യന്റെ വ്യാസം ഏകദേശം 14 ലക്ഷം കിലോമീറ്റർ ആണെന്നും പറയപ്പെടുന്നു. സൂര്യന് 100 മീറ്റർ വലുപ്പമുണ്ടെങ്കിൽ ഭൂമിക്ക് 1 മീറ്ററിൽ താഴെ മാത്രമേ വലുപ്പമുണ്ടാകൂ, അല്ലേ? അത്രമാത്രം ചെറുതാണ് നമ്മുടെ ഭൂമി. അതുമാത്രമല്ല, ഡെനബ്, വി കാനിസ് മജോറിസ് തുടങ്ങിയ നക്ഷത്രങ്ങളുടെ വലിപ്പം ഭൂമിയുമായി താരതമ്യം ചെയ്യാൻ പോലും സാധിക്കാത്തതാണ്. ഭൂമി ഒരു പൊടിപടലത്തിന്റെ വലിപ്പത്തിൽ പോലുമില്ല. ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര നക്ഷത്രങ്ങളും താരാപഥങ്ങളുടെ കൂട്ടങ്ങളുമുണ്ട്. ഹബിൾ ദൂരദർശിനി പോലുള്ള എല്ലാ നൂതന പ്രകാശിക ഉപകരണങ്ങളും ആധുനിക ശാസ്ത്രം സജ്ജമാക്കിയാലും പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രയാണെന്ന് അളക്കാൻ ഇപ്പോഴും നമുക്ക് കഴിയില്ലെന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ടും ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്തു? ദൈവം തന്റെ പ്രിയപ്പെട്ട മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന ഇതുപോലൊരു ലോകം നിലവിലുണ്ടെന്ന് അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവർ അപ്പൊസ്തലനായ പൗലോസിനെപ്പോലെ ഉത്സാഹത്തോടെ ഓട്ടമോടുന്നു. ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ 3-ാം സ്വർഗം വരെ സ്വർഗരാജ്യത്തിന്റെ മഹത്വം കണ്ടതിനുശേഷം വിവാഹം പോലുള്ള ഭൗമിക കാര്യങ്ങൾ പൗലോസിന് അപ്രധാനമായി തീർന്നു. താൻ നേടിയെടുത്ത വിപുലമായ അറിവും അർത്ഥശൂന്യമായി. ഭൂമിയിലെ സകല മനുഷ്യരും ഒരാളെ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മഹാനായ വ്യക്തിയായി വാഴ്ത്തിയാലും വിശാലമായ പ്രപഞ്ചത്തിന്റെ കാഴ്ചപ്പാടിൽ അത് കുട്ടികൾ കളിവീടുണ്ടാക്കി കളിച്ചുകൊണ്ട് ഞാനാണ് രാജാവ്, ഞാനാണ് ഏറ്റവും മികച്ചവൻ, നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയാണ്. മുതിർന്നവർ ഇത് കാണുമ്പോൾ അത് തികച്ചും ബാലിശമായി തോന്നുന്നില്ലേ? സ്വർഗരാജ്യം അങ്ങനെയുള്ള ഒരു ലോകമായതുകൊണ്ട് അതിൽ പങ്കുചേരാൻ കഴിയാത്തവരെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്ന് ഞാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായിരുന്നു. അന്ന് സ്വർഗത്തെക്കുറിച്ച് എനിക്ക് ഇതിലും വലിയൊരു പ്രത്യാശ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. തങ്ങൾ ചെലവഴിച്ച സമയത്തെക്കുറിച്ച് എല്ലാവരും ഖേദിക്കാനിടവരും. ഉദാഹരണത്തിന്, നമ്മുടെ സൗരയൂഥത്തിന്റെ വ്യാസം ഏകദേശം 900 കോടി കിലോമീറ്റർ ആണെന്ന് പറയപ്പെടുന്നു. നമ്മുടെ ഗാലക്സിയുടെ വ്യാസം ഏകദേശം 946 ക്വാഡ്രില്യൺ കിലോമീറ്റർ ആണെന്ന് പറയപ്പെടുന്നു. അത്ര വലിയൊരു സംഖ്യയെക്കുറിച്ച് നമുക്ക് അനുഭവപരിചയമില്ലാത്തതുകൊണ്ട് അത് എത്രത്തോളം ഉണ്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. കണക്കനുസരിച്ച് അങ്ങനെ ആയിരിക്കാം എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. ഈ ഒരളവിൽ നോക്കുമ്പോൾ ഭൂമി ഒരു നേർത്ത പൊടിപടലത്തേക്കാൾ നിസ്സാരമായ ഒന്നായി മാറുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് നിലവിലില്ലാത്തതുപോലെയാണ്. എല്ലാവർക്കും ഇത് സങ്കല്പിക്കാൻ കഴിയുമോ? ഇത് വാക്കുകളിലൂടെ മാത്രം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ലോകം ഉണ്ടാകുമായിരിക്കും എന്ന് ചിന്തിക്കാൻ എളുപ്പമാണ്. എന്നിരുന്നാലും അപ്പൊസ്തലനായ പൗലോസ് 3-ാം സ്വർഗം കണ്ടപ്പോൾ ഏകദേശം ബോധരഹിതനായി. എനിക്കറിയാവുന്ന ഭൂമിയാണ് എല്ലാം എന്ന് ഞാൻ കരുതി. എന്നാൽ അത്ര വിശാലവും ഗംഭീരവുമായ ഒരു ലോകം നിലവിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവം നമുക്ക് ആ ലോകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കും? ഉന്നതത്തിലുള്ളത് മാത്രം നോക്കി ഓടിയാൽ പോലും ഈ ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന സമയം വളരെ അപര്യാപ്തമാണ്. അതുകൊണ്ടാണ് ജഡത്തിന്റെ ചിന്ത മരണം,
ആത്മാവിന്റെ ചിന്തയോ ജീവനും അത് നിത്യജീവൻ തന്നെയാണ് എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനസ്സും ഗ്രഹിച്ചിട്ടുമില്ല. അത് നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ സ്വന്തം താരാപഥമായ ക്ഷീരപഥത്തിനു തന്നെ 1,00,000 പ്രകാശവർഷം വ്യാസമുണ്ട്. നമ്മുടെ സ്വന്തം താരാപഥത്തിന്റെ അറ്റം വരെയുള്ള ദൂരം പോലും നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. എന്നാൽ ഈ മഹാപ്രപഞ്ചത്തിൽ ആ ദൂരം ഒന്നുമല്ല. അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഈ വിശാലവും മഹത്വപൂർണവുമായ ലോകത്തെക്കുറിച്ച് തന്റെ മക്കൾ അറിയാത്തപ്പോൾ ദൈവത്തിന് എത്രമാത്രം ദുഃഖം തോന്നും. ദൈവം അവിടുത്തെ മക്കൾക്കായി ഒരുക്കി നൽകിയിരിക്കുന്നത് അതിഗംഭീരവും മഹത്വപൂർണവുമാണ്. എന്നിട്ടും അവർക്കത് സ്വപ്നം കാണാൻ പോയിട്ട് സങ്കൽപ്പിക്കാൻ പോലും കഴിയുന്നില്ല. അവർ ചിന്തിക്കുന്നു, എനിക്ക് നാട്ടിൽ ഒരു ചെറിയ തുണ്ടു ഭൂമിയുണ്ട്, അവിടെ ജീവിക്കുന്നത് കൂടുതൽ സന്തോഷകരമായിരിക്കില്ലേ? അവരുടെ ചിന്തകൾ ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് ദൈവവചനങ്ങൾ നോക്കുമ്പോൾ പോലും അവർക്ക് ഒരു ഉറപ്പുമില്ല. അവിടുത്തെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചാൽ അത്തരം അനുഗ്രഹങ്ങൾ നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അവർ അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തിന്റെ ഒരു വലിയ മുന്നോടിയായി മാറിയതിന്റെ ഒരു കാരണം ദൈവം അദ്ദേഹത്തിന് 3-ാം സ്വർഗത്തിന്റെ മഹത്വം ഒരു നിമിഷം കാണിച്ചു കൊടുത്തതാണ്. അത് കണ്ടപ്പോൾ അദ്ദേഹം ഏതാണ്ട് ബോധരഹിതനായി. ദൈവം നമുക്കായി ഇങ്ങനെയൊരു ലോകം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഒരു നിമിഷത്തേക്ക് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം കണ്ടിട്ട് പോലും അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സഹോദരങ്ങളെ, നമ്മുടെ മാനുഷിക ഭാവനയ്ക്ക് അതീതമായ ഒരു ലോകം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം യോഹന്നാൻ അപ്പോസ്തലന് അത് കാണിച്ചു കൊടുത്തപ്പോഴും അദ്ദേഹത്തിന് അത് മാനുഷിക വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഇപ്രകാരം മാത്രമേ എഴുതാൻ കഴിഞ്ഞുള്ളൂ: ദൈവത്തിന്റെ സിംഹാസനം അവിടെയുണ്ട്, ഇരുവശത്തും കോടാനുകോടി ദൂതന്മാരുണ്ട്, അവർ രാവും പകലും പരിശുദ്ധൻ 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 എന്ന് ഇടവിടാതെ ആർക്കുന്നു. ആ ലോകത്തെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? അതിനെ എങ്ങനെ വാക്കുകളിൽ ചിത്രീകരിക്കാൻ സാധിക്കും? സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾ കണക്കിലെടുത്താൽ നിങ്ങൾക്കും എനിക്കും യോഗ്യതയില്ലെങ്കിലും അവിടുത്തെ വിശുദ്ധ സ്നേഹത്താലും ത്യാഗത്താലും നമ്മെ ഇന്നത്തെ നമ്മളാക്കി തീർത്തതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കേണ്ടതാണ്. നാം എപ്പോഴും കണ്ണിന് കാണുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. വീട്ടിൽ നിന്നിറങ്ങിയാൽ അയൽ വീട് മാത്രം കാണുന്നു. പുതുവത്സര ദിനത്തിൽ സൂര്യോദയം കാണാൻ കിഴക്കൻ തീരത്തേക്ക് എത്ര യാത്ര ചെയ്താലും നാം ഈ ഭൂമിയുടെ 12,700 കിലോമീറ്റർ പരിധിക്കുള്ളിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ശരിയല്ലേ? ഈ ലോകം മാത്രമല്ല ഉള്ളത്. ഈ ലോകത്തിന് പുറത്തുനിന്ന് ഭൂമിയെ നോക്കുമ്പോൾ നാം ചിന്തിക്കും, ഓ, ഞാൻ ഇത്രയും തുച്ഛമായൊരു സ്ഥലത്തായിരുന്നോ ജീവിച്ചിരുന്നത്? അതിനെ ഒരു നക്ഷത്രമെന്ന് പോലും വിളിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള ഒരിടത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നാം മടങ്ങിപ്പോകുന്ന ലോകമായ ദൈവരാജ്യം വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്തത്ര മഹത്വവും മനോഹരവുമായതുകൊണ്ട് ദൈവം എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല. അതുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ വന്ന് സ്വയം കാണുക. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി നമ്മെ കാണിക്കുന്നതിനായി ദൈവം തന്റെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും സ്ഥാപിച്ചത് ഇതിനല്ലേ? ദൈവം നമുക്ക് ഈ മഹത്വമേറിയ ലോകം വാഗ്ദാനം ചെയ്യുകയും സ്വപ്നങ്ങളും പ്രത്യാശയും നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും ഈ ഭൂമിയിൽ നാം യഥാർത്ഥത്തിൽ എവിടെയാണ് നമ്മുടെ പ്രത്യാശ വെക്കുന്നതെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. പലപ്പോഴും അത് വളരെ ഹൃദയഭേദകമായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് 1 കൊരിന്ത്യർ അധ്യായം 2 വാക്യം 8 ഒരുമിച്ച് നോക്കാം. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നതുപോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മാനുഷാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് തെളിയിക്കുന്നു. ഈ സത്യം ഗ്രഹിക്കാതെ ആളുകൾ ഈ ലോകത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, ഞാൻ ഇത് ചെയ്താൽ എനിക്ക് വലിയ ശക്തി നേടാൻ കഴിയും,
ഞാൻ അത് ചെയ്താൽ എനിക്ക് പലതും ആസ്വദിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നു. ഇതിൽ തന്നെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. സ്വർഗത്തിലെ കാര്യങ്ങൾ നാം കാണാതിരിക്കാനാണ് അവൻ ഇത് ചെയ്യുന്നത്. സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തുറന്നു തരുവാനല്ലേ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്? നമുക്ക് 14-ാം വാക്യം തുടർന്നു വായിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വം ആകുന്നു. നാം തീക്ഷ്ണതയോടെ പ്രസംഗിക്കുന്നു, ഉത്സാഹത്തോടെ വചനം പഠിപ്പിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതരീതി കാണുമ്പോൾ ലോകത്തിലെ ആളുകൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്: ആ ആളുകൾക്ക് അവരുടെ സഭയോട് ഭ്രാന്താണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പ്രഖ്യാപിച്ചത്: തീർച്ചയായും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കർത്താവിനായി ജീവിക്കും. പൗലോസ് അപ്പോസ്തലൻ 3-ാം സ്വർഗത്തിന്റെ നിത്യമഹത്വം ദർശിച്ചു. ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ച് ജീവിക്കുന്നവരുടേതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ സുവിശേഷത്തിനായി ഉത്സാഹത്തോടെയും വിശ്വസ്തയോടെയും പ്രവർത്തിച്ചില്ലേ? അങ്ങ് അവിടെ പോയാൽ അവർ അങ്ങയെ അറസ്റ്റ് ചെയ്ത് കൊല്ലാൻ കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് ദയവായി പോകരുത് എന്ന് ആളുകൾ അദ്ദേഹത്തോട് അപേക്ഷിക്കുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു: കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കാരണം സ്വർഗത്തിന്റെ മഹത്വം എനിക്കറിയാം. നമുക്ക് 14-ാം വാക്യം നോക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മികമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മികനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് അളക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ടോ? ഈ ഭൂമിയിലെ നിസാര കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മാത്രം നാം ദൈവത്തിന് മുന്നിൽ കാണിക്കരുത്. ദൈവം അരുളി ചെയ്തതുപോലെ നാം പ്രപഞ്ചത്തെ വീക്ഷിക്കുമ്പോൾ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് മനസ്സോടെ വഴങ്ങിയും നമ്മെ തന്നെ താഴ്ത്തിയും ജീവിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ചെയ്താൽ നാം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഉയർത്തുമെന്ന് ദൈവം പറയുന്നില്ലേ? ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. വിശാലമായ പ്രപഞ്ചത്തിൽ ഈ ഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നതിനെക്കുറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. നാം ഈ രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മിൽ തീക്ഷ്ണത ജ്വലിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണല്ലോ ഞാൻ ഭാവിയിൽ പോകുന്നത്. ഇത് ഒരു പരിധിവരെ നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന്റെ ലോകം എങ്ങനെയുള്ളതാണ്? അത് അളവറ്റ ഒരു ലോകമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നാം എവിടെയാണ് നമ്മുടെ പ്രത്യാശ വെക്കേണ്ടത്? നാം പോകുവാനിരിക്കുന്ന മഹത്തായ ഒരു ലോകം നമുക്കുണ്ടെന്ന കാര്യം നമുക്കൊരിക്കലും മറക്കാതിരിക്കാം. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ തനിക്കുണ്ടായിരുന്ന എല്ലാ ഭൗതിക വസ്തുക്കളും, തന്റെ പഠിപ്പും സാമൂഹിക സ്ഥാനവും അധികാരവും താൻ നേടിയെടുത്ത ലൗകികമായ എല്ലാ അറിവുകളും ഒന്നുമായിരുന്നില്ല. മുഴുപ്രപഞ്ചത്തെയും ഭരിക്കുന്ന ദൈവമുമ്പാകെ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒന്നുമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം സ്വയം വിനയപ്പെടുകയും അദ്ദേഹത്തിന്റെ ശിരസ് അറിയാതെ തന്നെ താഴുകയും ചെയ്തു. അതുകൊണ്ടല്ലേ പൗലോസ് താൻ പോയ ഇടങ്ങളിലെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ച് അറിയിക്കുന്നതിന് തന്റെ പൂർണ്ണ ഹൃദയവും മനസ്സും സമർപ്പിച്ചത്. നമുക്ക് 2 കൊരിന്ത്യർ അധ്യായം 12 വാക്യം ഒന്ന് നോക്കാം. അധ്യായം 12 വാക്യം 1 നമുക്ക് നോക്കാം. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ലെങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടുവെന്ന് ഞാൻ അറിയുന്നു. 3-ാം സ്വർഗത്തിന്റെ മഹത്വം കാണുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്ത ശേഷം ഈ ഭൂമിയിലുള്ള ഏതൊരു ലോകത്തെക്കാളും വളരെ വലിയൊരു ലോകം നിലനിൽക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ രാജ്യത്തിനും അതിന്റെ നീതിക്കും വേണ്ടി അദ്ദേഹം ഉത്സാഹത്തോടെ ഓടിയെന്നത് സത്യമല്ലേ? നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്ന ഈ ലോകം മാത്രമാണ് ആകെയുള്ളതെന്ന് നാം കരുതരുത്.
മറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വിശാലമായ ലോകത്തെക്കുറിച്ച് നാം ധ്യാനിക്കണം. പ്രപഞ്ചത്തെയും സകലത്തെയും സൃഷ്ടിച്ചത് ആരാണ്? അത് ദൈവമായിരുന്നു. അപ്പോൾ സകലത്തെയും ഭരിക്കുന്നത് ആരാണ്? ദൈവം സകലത്തെയും ഭരിക്കുന്നു. എന്നിരുന്നാലും അവിടത്തെ ഭരണത്തിന്റെ വിശാലതയിൽ നാം ഭൂമി എന്ന് വിളിക്കുന്ന ഈ സ്ഥലം വളരെ നിസ്സാരമാണ്. അത് ഏതാണ്ട് ഒന്നുമില്ലാത്തതിന് തുല്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയവരാകാൻ പരിശ്രമിക്കുന്നതിനു പകരം ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവരാകാൻ ഇന്നു മുതൽ നമ്മുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും നമുക്ക് രൂപാന്തരപ്പെടുത്താം. ഈ ഭൂമിയിൽ നിങ്ങൾ ഉയർത്തപ്പെട്ടാൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ ഒടുക്കത്തവരാകും. ഇത് വിചിത്രമായി തോന്നാമെങ്കിലും ദൈവം തന്നെ അത് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടത്തെ വാഗ്ദാന വചനം വിശ്വസിച്ച് നാം അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതല്ലേ? അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനും ഒരു ആഴമായ തിരിച്ചറിവുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്കു വേണ്ടി യാഗമായ ക്രിസ്തുവിന്റെ കുരിശിലെ ത്യാഗമല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. വെളിപ്പാടുകളിലും ദർശനങ്ങളിലും താൻ കണ്ട കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലന് മറക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് 2 കൊരിന്ത്യർ അധ്യായം 4 വാക്യം 16 തിരിയാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. പുറമേ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നമുക്ക് ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ മഹത്വപൂർണമായ ലോകത്തിലുള്ളവയാണ് യഥാർത്ഥത്തിൽ നിത്യവും, യഥാർത്ഥത്തിൽ മഹനീയവും, യഥാർത്ഥത്തിൽ ശോഭയുള്ളതും. ഈ സത്യമറിയാതെ ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ ഒട്ടിപ്പിടിച്ച് ദൈവത്തിന്റെ മഹത്വകരമായ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും വിലയില്ലാത്തതുപോലെ വലിച്ചെറിയുന്നത് കാണുന്നത് ഹൃദയഭേദകമാണ്. എല്ലാവരുമേ നമുക്ക് നമ്മുടെ വിശ്വാസം ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കാം. സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ നയിക്കുവാനാണ് പിതാവിന്റെയും മാതാവിന്റെയും ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നത്. പണ്ട് ദൂരദർശിനികളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചം പരിശോധിക്കാൻ ആളുകൾ ശ്രമിച്ചപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന നക്ഷത്രങ്ങളെ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ശാസ്ത്രത്തിന്റെ പുരോഗതിയോടെ നമ്മുടെ കാഴ്ചയുടെ പരിധിക്കപ്പുറമുള്ള എല്ലാ നക്ഷത്രങ്ങളെയും നാം കണ്ടെത്തുകയാണ്. നാം കൂടുതൽ കണ്ടെത്തുന്തോറും അതിന്റെ വിശാലതയും അനന്തമായ സ്വഭാവവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ആകാശഗോളങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ജ്യോതിശാസ്ത്രജ്ഞർ ദൈവത്തിന്റെ നിഗൂഢതയും അത്ഭുതവും മറ്റാരേക്കാളും ആഴത്തിൽ അനുഭവിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ മനുഷ്യാസ്തിത്വം എത്ര നിസ്സാരമാണെന്ന് മറ്റാരേക്കാളും അവർ നന്നായി മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നാം ഒരിക്കലും കരച്ചലും പല്ലുകടിയുമുള്ള സ്ഥാനത്ത് നിൽക്കാൻ ഇടവരരുത്. അതിനാൽ ഈ കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ അനുദിനം വിശ്വാസത്തിന്റെ പാതയിൽ ബലമായി മുന്നേറുന്നു. എന്നാൽ അല്ലാത്തവരോ? എന്നാൽ നിങ്ങൾ വെറുതെ സഭയിൽ വന്ന് ശീലം പോലെ ആരാധനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് ദൈവത്തെ വളരെയധികം ദുഃഖിപ്പിക്കും. അവിടുന്ന് ചിന്തിക്കുന്നുണ്ടാകാം, ഞാൻ എത്രയൊക്കെ പറഞ്ഞുകൊടുത്താലും എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാത്തത്? എന്തുകൊണ്ടാണ് അവർ സത്യം തിരിച്ചറിയാത്തത്? അത് സൂര്യനോടും ഭൂമിയോടും താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്തതാണ്. എന്നിട്ടും അവിടുത്തെ മക്കൾ സ്വർഗീയമായവയെ നോക്കാതെ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം നേടാൻ പരിശ്രമിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് നമ്മുടെ സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവുമാണ്. ബൈബിളിലെ സംഗ്രഹിച്ച ഉപദേശങ്ങളെല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടും നാം എന്തിനുവേണ്ടി ജീവിക്കണമെന്ന് ചിന്തിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ദൈവം നമുക്ക് എന്തു വാഗ്ദത്തം നൽകിയെന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് വെളിപ്പാട് അധ്യായം 22 വാക്യം 1 നോക്കാം. വെളിപ്പാട് അധ്യായം 22 വാക്യം 1 ഇപ്രകാരം പറയുന്നു: വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതതു ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും.
ഇനി രാത്രിയുണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. നിങ്ങൾ രാജാക്കന്മാരായി വാഴുമെന്ന് ബൈബിൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി തോന്നുന്നുണ്ടോ? എന്റെ സ്വന്തം നാട്ടില് ഞാൻ ഇതുവരെ ഒരു നേതാവായിരുന്നിട്ടില്ല. സ്വർഗരാജ്യത്തിൽ എനിക്ക് എങ്ങനെ ഒരു രാജകീയ പൗരോഹിത്യമാകാൻ കഴിയും? സ്വർഗരാജ്യത്തിൽ ദൈവം നമുക്ക് ഇത്രയധികം മഹത്വം നൽകുമെന്ന് പറയുന്നത് സത്യമാണോ? അതോ നമുക്ക് അവ്യക്തമായ ഒരു പ്രത്യാശ നൽകാനായി അവിടുന്ന് ഈ വാക്കുകൾ പറഞ്ഞുവെന്നേയുള്ളൂ? നമുക്ക് വാക്യം 6 നോക്കാം. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ആരാണ് ഈ വാക്കുകൾ സംസാരിക്കുന്നത്? ദൈവം നമുക്ക് വ്യക്തമായ ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ നിങ്ങൾ എന്ത് കഷ്ടപ്പാടുകളോ പരീക്ഷണങ്ങളോ നേരിട്ടാലും എന്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എന്റെ ജനമേ, മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. അവരുടെ നിന്ദകൾ കേട്ടു ഭ്രമിക്കരുത്. അവരുടെ നിന്ദയും അപമാനവുമെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാഞ്ഞുപോകും. എല്ലാവരും ശ്രദ്ധിക്കുക, ജീവിതം അത്ര ദീർഘമല്ല. ദൈവത്തോട് വിശ്വസ്തരായിരിക്കാനുള്ള നമ്മുടെ സമയം കുറവാണ്. അതുപോലെ നമ്മെ എതിർക്കുന്നവർക്ക് നമ്മെ തടസ്സപ്പെടുത്താനുള്ള സമയവും കുറവാണ്. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നാം എന്തിനുവേണ്ടി ജീവിക്കണം? സ്വർഗരാജ്യത്തിൽ രാജാക്കന്മാരാകേണ്ടവർ ദൈവത്തിനു വേണ്ടി സമയം ഉപയോഗിക്കുന്നതിനു പകരം ഈ ഭൂമിയിൽ അത് പാഴാക്കി കളഞ്ഞാൽ ഒടുവിൽ അവർ ഇങ്ങനെ നിലവിളിക്കും, കർത്താവേ, വാതിൽ തുറന്നു തരണമേ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ. എനിക്കിപ്പോൾ ബോധം വന്നിരിക്കുന്നു. ഇനി മുതൽ ഞാൻ ശരിയായി ജീവിച്ചുകൊള്ളാം. ദൈവം പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടുപോകുവിൻ. സഹോദരങ്ങളെ, ഇത് ഒരിക്കലും നമ്മുടെ യാഥാർത്ഥ്യമായി തീരരുത്. മഹത്വകരമായ ഒരു ലോകം നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഒരിക്കലും മറക്കരുത്. പിതാവ് വരുന്ന ആ ദിവസം വരെ വിശ്വാസത്തിൽ ഈ വലിയ പ്രത്യാശ മുറുകെ പിടിക്കുകയും ഈ വലിയ സ്വപ്നം ഉൾക്കൊള്ളുകയും ചെയ്യുക. ഇത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പ്രയാസമാണെങ്കിൽ ഇന്റർനെറ്റിൽ കയറി പ്രപഞ്ചത്തിന്റെ വലിപ്പമെന്നോ ആകാശഗോളങ്ങളെന്നോ ഒന്ന് തിരഞ്ഞു നോക്കുക. ഈ വിവരങ്ങളെല്ലാം അവിടെ കാണാൻ കഴിയും. നിങ്ങളത് സ്വയം കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ചിന്തിക്കും, സത്യമായും ഈ ഭൂമി എത്ര നിസ്സാരമാണ്. എന്നിട്ടും ഈ സ്ഥലത്താണ് ഞാൻ എന്റെ ഹൃദയം പകരുകയും എന്റെ സർവസ്വവും നിക്ഷേപിക്കുകയും ചെയ്തത്. ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അവിടുത്തെ പഠിപ്പിക്കലുകൾക്കനുസരിച്ചാണോ ഞാൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്? ഓരോ ദിവസവും സ്വയം വിചിന്തനം ചെയ്യുന്നവരായി നാം മാറേണ്ടതല്ലേ? നമുക്ക് റോമർ അധ്യായം 8 വാക്യം 6 തിരിയാം. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്കു ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നമുക്ക് വാക്യം 12 പോകാം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്നു വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഓരോ ദിവസവും തുടിക്കാതിരിക്കാൻ കഴിയില്ല. എന്നെപ്പോലൊരു പാപി എന്തു നന്മ ചെയ്തിട്ടാണ് ദൈവം ഇത്ര വലിയൊരു ഭാവി ഒരുക്കി വെച്ചതും അത്ര ഗംഭീരമായൊരു ലോകം തയ്യാറാക്കിയതും ഹൃദയസ്പർശിയായ വികാരങ്ങളും ആവേശകരമായ പ്രതീക്ഷകളും നിറഞ്ഞ ഓരോ ദിവസവും എനിക്ക് നൽകിയതും. ഇത് എന്ത് കൃപയാണ്, എന്ത് അനുഗ്രഹമാണ്! ഈ കാഴ്ചപ്പാടോടും ഈ വിശ്വാസത്തോടും കൂടെ നിങ്ങൾ മുന്നോട്ടു പോയി ഊർജ്ജസ്വലരായി ജീവിക്കുക. സുവിശേഷീകരണത്തിനായി പോകുമ്പോൾ നിങ്ങളുടെ കാൽച്ചുവടുകൾ ഭാരമില്ലാത്തതായിരിക്കും. സഭയിലേക്ക് വരുമ്പോഴും നിങ്ങളുടെ കാൽച്ചുവടുകൾ ഭാരമില്ലാത്തതായിരിക്കും.
ഒരു ആത്മാവിനോട് കൂടിയെങ്കിലും ഈ സ്വർഗലോകത്തെക്കുറിച്ച് ശരിയായി അറിയിക്കണം എന്ന് നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്യും. നമ്മുടെ വായ് താനെ തുറന്നു പോവുകയില്ലേ? നമുക്ക് 18-ാം വാക്യം തുടർന്നു വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സു വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ നാം അല്പകാലം സഹിക്കുന്ന കഷ്ടതകൾ ഒന്നുമല്ലെന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് 24-ാം വാക്യത്തിലേക്ക് പോകാം. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇതിനർത്ഥം കുറച്ചുകൂടി ക്ഷമിച്ച് കാത്തിരിക്കുക എന്തു ഫലമാണുണ്ടാകുന്നതെന്ന് നിങ്ങൾ കാണും എന്നാണ്. ഇപ്രകാരം നാം അവിടത്തെ മക്കളാണെന്നുള്ളതിന് ദൈവം നമുക്ക് തെളിവ് നൽകി. പെസഹ എന്ന ഉടമ്പടിയിലൂടെ അവിടുന്ന് തന്റെ വിശുദ്ധ മാംസവും രക്തവും നമുക്ക് നൽകിയിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പുതിയ നിയമത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. ലോകത്തിലെ സകല ജനതകളും ദൈവം തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടാലും അവസാനം ദൈവത്തിന്റെ DNA ഉള്ളവരെ അവിടുന്ന് കണ്ടെത്തും. ദൈവം നമ്മുടെ നെറ്റിയിൽ ഒരു മുദ്രയിടുമെന്ന് എഴുതിയിട്ടില്ലേ? അവിടത്തേക്ക് എല്ലാം അറിയാം. തീർച്ചയായും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ ഇന്നത്തെ ജീവിതം വളരെ പ്രധാനമാണ്. എന്നിരുന്നാലും സ്വർഗത്തിലെ ഭാവിയെക്കുറിച്ച് യാതൊരു പ്രത്യാശയുമില്ലാതെ ഇന്നത്തേക്ക് മാത്രം ജീവിക്കുന്നത് ശരിക്കും ദുഃഖകരമായ ഒരു കാര്യമാണ്. ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് ഇന്നത്തെ എല്ലാ പ്രയാസങ്ങളെയും വേദനകളെയും നമുക്ക് മറികടക്കാം. നമുക്ക് സത്യം നൽകിയ സ്വർഗീയ പിതാവായ അൻസങ് ഹോങ്ങിന്റെയും പുതിയ യെരൂശലേം സ്വർഗീയ മാതാവിന്റെയും കരങ്ങളിലേക്ക് കൂടുതൽ ആത്മാക്കളെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടുവരാം. അപ്പസ്തലനായ പൗലോസിനെ പോലെ സന്തോഷകരമായ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയങ്ങളോടെ ഓരോ ദിവസവും സ്വർഗരാജ്യത്തിലേക്ക് ഓടുവാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനങ്ങളിലൂടെ നിങ്ങൾക്ക് ധാരാളം കൃപ ലഭിച്ചു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഉപദേശം ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി.